അവൾ ഇവിടുത്തെ വേലക്കാരിയാ. രാത്രിയിൽ ഇറങ്ങിയിരുന്ന അസുഖക്കാരിയാ. അവളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. നീ വാ. ഞാനാ ഈ പച്ചൻ. മുതലാളി ചത്തില്ലേ? വെടി പൊട്ടിയല്ലോ. പൊട്ടി ഇല്ല പാർത്ത. ഇത്തവണ അവന്മാര് ഗോപി വരച്ചു. വാ, നമുക്ക് രക്ഷപ്പെടാം. അവന്മാര് പരിസരത്ത് എവിടെയോ ഉണ്ട്. ഉണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. മുതലാളി എങ്ങാടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ? അതാ എന്റെ സേഫ്റ്റിക്ക് നല്ലത്. എടാ, നിന്റെ സേഫ്റ്റിക്കാണോടാ ഞാൻ നിനക്ക് ശമ്പളം തന്നു നിന്നെ ഡ്രൈവറായിട്ടും തോട്ടക്കാരനായിട്ടും ഗൂർക്കായിട്ടും ആ പൗപ്പ കോപ്പായിട്ട് വെച്ചിരിക്കുന്നത്. കോപ്പ വാടാ, വന്നെ രക്ഷപ്പെടുത്തടാ. അപ്പൊ വരാം. പക്ഷെ എന്റെ ഭാര്യ കൊച്ചമ്മയുടെ കാര്യം ആര് നോക്കും? അവളെ ഞാൻ നോക്കും. അല്ല, അല്ലെങ്കിൽ അവളെ ആര് നോക്കും? എപ്പോഴും മുടിഞ്ഞ നടപ്പല്ലേ, അതും അർദ്ധരാത്രിയില്. ഇത് നല്ല നടപ്പായിരുന്നേ അവൾ എന്നേ രക്ഷപ്പെട്ടേനെ. ഞാനും സെന്റിമെന്റ്സ് കട്ടിയാടാ തിണ്ടി. വേഗം എന്നെ രക്ഷപ്പെടുത്തടാ. ഇങ്ങോട്ട് വയ്യോ. വഴി തീർന്നോ? കലങ്ങി. എവളോ ഇവൻ എവിടെ പോയി? പെണ്ണുപിള്ളെ കണ്ടിട്ടില്ലടാ. വേഗം പോയി ഗേറ്റ് കൊണ്ടടാ. നിന്റെ വണ്ടി പോട്ടെ. വേടാ, അവൻ ഇപ്രാവശ്യം രക്ഷപ്പെട്ടു. വിടരുതവരെ. വിട്ടു. ഏതാടാ ഈ പ്രാന്തൻ? പാതിരാത്രി അടിച്ചു പൂപ്പിറ്റായി വണ്ടി ഇടിച്ചു കേട്ടാ നിനക്ക് വേറെ ഒരിടം കണ്ടില്ലേടാ. ഇടിക്കണ്ട, ഞാൻ ഊരിത്തരാം. സിംലയിലെത്തിയോ? എടാ, ഇനി മേലും കീഴും നോക്കാനില്ല. നമ്മൾ രക്ഷപ്പെട്ടതാ. അന്തിക്രിസ്തുവിന്റെ നാളുകളിൽ സാത്താന്മാർ പള്ളിമണികൾക്ക് ഇടയിലൂടെ ആക്രമിക്കാൻ എത്തുമെന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് എഴുതി വെച്ചിട്ടുള്ളതും അച്ഛൻ മറക്കണ്ട. അതൊക്കെ വലിയവരെ കുറിച്ച് എഴുതിയിട്ടുള്ള മക്കളെ. എന്തിനാ കൊണ്ട് കെട്ടിയിട്ടതേ? എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നമുക്ക് വരുന്നെങ്കിൽ അതിന് കൂട്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ അച്ഛോ, അത് അച്ഛൻ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ബുള്ളറ്റ് അച്ഛോ, ഞങ്ങൾ എങ്ങനെ? സൂക്ഷിച്ച് സംസാരിക്കണം. അച്ഛനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുണ്ട്? എന്താണ് കാര്യം എന്ന് തുറന്നു പറയും മക്കളെ. ഞങ്ങളുടെ ഐസ്ക്രീം പാർലറും കമ്പ്യൂട്ടറും ഒക്കെ ഇടിച്ച് തകർത്തു. ഫുൾ തണ്ണിയിലായിരുന്നു അയ്യപ്പച്ചൻ.
ഏത് ഈച്ചപ്പൻ? ഈച്ചപ്പൻ അല്ലച്ചോ, END എക്സ്പോർട്സിലെ ഈപ്പച്ചൻ. ഈപ്പച്ചനോ? ആ. അത് കർത്താവിനോട് പറയാനുള്ളത് കർത്താവിനോട് പറയാ, പോലീസിനോട് പറയാനുള്ളത് പോലീസിനോട് പറയാ. അച്ഛൻ പോലീസ് അല്ല മക്കളെ, ചെല്ലേ. പോലീസിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അച്ചോ. അച്ഛനാണ് ഞങ്ങളുടെ പോലീസ്. അച്ഛന് ഞങ്ങളുടെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി തരണം. ആക്കി തരാം, നിർത്ത്. കഴുതകളെ മിണ്ടിപ്പോരുത്, കൊല്ലി ഞാൻ. നിന്നെയൊക്കെ കൊല്ലാൻ വിട്ട എന്ന് വേണം പറയാൻ. ഏത് തെണ്ടിച്ചെറുക്കനും ഒരു കാറ്റപ്പെട്ട് വാങ്ങി കൊടുത്താൽ കല്ല് വെച്ചൊരു മാങ്ങയെങ്കിലും അടിച്ച് താഴെയിടും. ഇത് തോക്കുണ്ടെങ്കിൽ തന്നെ വെടിവെക്കാൻ പേടി, വെടിവെച്ചാൽ തന്നെ കൊള്ളിക്കാൻ മടി. എന്തിന്? തോക്ക് മടിയിൽ നെടുക്കാൻ തന്നെ മടി. ഒരു ചാൻസ് കൂടി തരണം തമ്പി സാർ. ഓ, ഇനി എന്റെ കാശ് പിടിപ്പിക്കാനായിരിക്കും. ഇനി പ്രൊഫഷണൽ കില്ലിംഗ് ഒന്നും വേണ്ട, സാധാ കില്ലിംഗ് മതി. ഒന്നുമില്ലായിരുന്ന ഈ തമ്പിയെ പിടിച്ച് END എക്സ്പോർട്സിന്റെ പാർട്ട്ണറാക്കി ഈ നിലയിൽ എത്തിച്ചത് ഈ പച്ചനാണെന്നുള്ള കാര്യം സത്യ. പക്ഷേ കുറച്ചു നാളായി ഞാൻ പേരിന് വെറും ഒരു പാർട്ട്ണറാ. കമ്പനിയുടെ ലാഭം വീതിക്കുമ്പോ കരുണ തോന്നി എന്തെങ്കിലും തന്നെങ്കിലായി, ഇല്ലെങ്കിലില്ല. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ ചിലപ്പോ എന്റെ പാർട്ണർഷിപ്പ് സ്ഥാനം തന്നെ തെറിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ പച്ചനെ തട്ടണം. അതെങ്ങനെ വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കാം. പോയി അകത്തെ കാഴ്ച തൊളിച്ചിരിക്കേ. ഒന്നും തട്ടി മുട്ടി താഴെ എഴുതരുത്. പാമ്പിന്റെ ചെവി അവക്ക്. പാമ്പിന് ചെവിയുണ്ടോ? ഒന്ന് പോടാ. തമ്പിച്ചായ, എന്താ ഇത്? എന്ത്? ഈപ്പച്ച മുതലാളിയെ ആരാ എപ്പോഴും ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നേ? ഏ? എനിക്കാകെ പേടിയാന്നു. തമ്പിച്ചായൻ ഈപ്പച്ചന്റെ പാർട്ട്ണർ അല്ലേ? ആ നിലയ്ക്ക് ഇവിടെ ആരെങ്കിലും വന്നാലോ? ദൈവാധീനം കൊണ്ട് എല്ലാം മംഗളമായി തന്നെ നടക്കും. എന്നെ ആര് കൊല്ലാൻ? എന്തിനു കൊല്ലണം? എന്നാലും ഒരെന്നാലും ഇല്ല. നോക്കിയേ, വലിയ വലിയ ബിസിനസ്സുകാരാകുമ്പോ ശത്രുക്കൾ ഉണ്ടാവുന്ന സ്വാഭാവികമല്ലേ? ഈ ടാറ്റായും ബെർലായും ഒക്കെ ആരായിരുന്നു? വലിയ വലിയ ബിസിനസ്സുകാരും കോടീശ്വരന്മാരുമായിരുന്നില്ലേ? എന്ന് വെച്ച് അവർക്കൊക്കെ ഇങ്ങനെ വല്ലതും സംഭവിച്ചതായി കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സ്മാൾ ബ്രെയിൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതല്ലെന്നേ. പിന്നെ? അതെ, ആ ബീച്ചസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? ഓ, അതാണോ കാര്യം? കേളിയുടെ മോഹം ഞാൻ സാധിച്ചു തരാതിരിക്കുവോ? കേളിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹമല്ലേ? അപ്പോ നമ്മുടെ ഈ ആഗ്രഹം എപ്പോഴാ സാധിക്കുന്നേ? കൂടിയാൽ ഒരാഴ്ച. അതിനു മുമ്പ് എല്ലാം ഞാൻ ശരിയാക്കുന്നുണ്ട്. ഈപ്പച്ച, എന്താടാ? എന്താ നിനക്ക് പറ്റിയേ? എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ചേച്ചി എന്താ കേട്ടെ? എന്താന്നോ? എന്താ ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നേ? മലയാള മനോരമ. തമാശ കളഞ്ഞീ. എന്റെ പൊന്നു ചേച്ചി, വണ്ടി കൊണ്ട് ഇടിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ സത്യമാ. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അതല്ലേ ഞാൻ വന്നേ. എന്തേലും സംഭവിക്കുന്നതിന് മുൻപ് ഈ ജീവിത രീതി ഒക്കെ മാറ്റണം. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഒരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബമൊക്കെ ആവുമ്പോ എല്ലാം നേരെയാവും. ഓ, കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയാ കൊല്ലാൻ വരുന്ന മുഖമൂടികൾക്ക് സിമ്പതി കൂടുവോ? അതല്ല ഞാൻ പറഞ്ഞേ. ആദ്യം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിത രീതിയൊക്കെ ഒന്ന് മാറ്റണം. എല്ലാം നോക്കിയും കണ്ണു വെച്ച് വിളമ്പി തരാൻ ഒരാള് അതുണ്ടായേ പറ്റൂ. ഒത്തിരി നാളായല്ലോ ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്. ശരിയാ, ഒത്തിരി നാളായി ചേച്ചി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്രാവശ്യം ഞാൻ സമ്മതിച്ചു. തൽക്കാലം ചേച്ചി അകത്തേക്കല്ലേ, അവിടെ കൊച്ചമണിയുണ്ട്.